ആദ്യ നിമിഷങ്ങളിൽ സ്പെയിൻ്റെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ മേധാവിത്വമാണ് കാണാനായത്. ആദ്യ ഗോൾ നേടിയത് സ്പെയിനാണ്. പക്ഷേ പിന്നീടുള്ള നിമിഷങ്ങളിൽ ഇന്ത്യയുടെ ഒരു കുതിച്ചുകയറ്റമാണ് കാണാനായത്. ഓരോ മേഖലകളിൽ പ്രതിരോധത്തിലായിരുന്നാലും അറ്റാക്കിങ്ങിലായിരുന്നാലും ഇന്ത്യ അങ്ങേയറ്റം മികവുറ്റ രീതിയിൽ തന്നെയാണ് ഇന്ന് കളിച്ചത്. ഇന്ത്യൻ മുന്നേറ്റ താരം ഹർപ്രീത് സിംഗ് തന്നെയായിരുന്നു ഇന്നത്തെ കുന്തമിന. ഒന്നാമത്തെ ഗോളിൽ പിന്നിട്ട് നിന്ന ഒരു ടീമിനെ സ്വന്തം കഴിവിലൂടെ ഒരു പെനാൽറ്റി ഒരു കോർണർ അത് ഗോളായിക്കൊണ്ട് ആദ്യം ഹർപ്രീത് സിംഗ് തുടക്കം കുറിച്ചു. രണ്ടാമത് വീണ്ടും അതേ രീതിയിൽ ഏകദേശം കളിയുടെ ഒരു പകുതി സമയത്തിനോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത്. പിന്നീട് ഇന്ത്യ ഒരു ഡിഫൻസിലേക്ക് കളി മാറ്റി. അവസാന നിമിഷം സ്പെയിൻ്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് അറ്റാക്ക് എന്ന രീതിയിൽ തന്നെയായിരുന്നു സ്പെയിൻ കളിച്ചത്. അവരുടെ ഗോളിയെ മാറ്റിയിട്ട് 11 പേരെയും അറ്റാക്കിലേക്ക് ഇറക്കിക്കൊണ്ടാണ് സ്പെയിൻ കളിച്ചത്. ആ അവസാന നിമിഷങ്ങളിലാണ് അതിൻ്റെ എല്ലാ ആശങ്കയും നിറച്ച നിമിഷങ്ങൾ വന്നത്. ഏകദേശം കളി തീരാൻ ഏകദേശം 2 മിനിറ്റ് മാത്രം ശേഷിക്കെ ശ്രീജേഷിനെ പരീക്ഷിച്ചുകൊണ്ട് സ്പെയിനിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഷോട്ട് ഉണ്ടായി. അത് ശ്രീജേഷ് തട്ടിയകത്ത് കൈ ഉപയോഗിച്ചാണ്. അതിന് തൊട്ട് പിന്നാലെ അടുത്തൊരു ഷോട്ടും ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി വന്നു. അത് കാലുകൊണ്ട് തട്ടിയകറ്റി. അങ്ങനെ ഒരു നീരാളിയെ പോലെ ആ ഗോൾ വല മൊത്തം കവർ ചെയ്ത് ശ്രീജേഷ് അതിൻ്റെ സംഹാര രൂപത്തിൽ അതിൻ്റെ ഏറ്റവും അവസാന മത്സരം എങ്ങനെ വീരോചിതമാക്കാൻ കഴിയുമോ അങ്ങനെ വീരോചിതമാക്കി തന്നെയാണ് ശ്രീജേഷ് ഈ ഒളിമ്പിക്സ് ഈ കരിയർ അവസാനിപ്പിക്കുന്നത്. 2006 ശ്രീജേഷ് അന്താരാഷ്ട്ര കരിയർ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹോക്കി കരിയർ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വിടവാങ്ങലിന് അവസരം ലഭിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചു. തൊട്ടു പിന്നാലെ ഇതാ പാരീസ് ഒളിമ്പിക്സിലും ബ്രോൺസ് മെഡലിന് കാരണക്കാരനായി ശ്രീജേഷ് മാറുന്നു. മറ്റ് ടീമംഗങ്ങൾ കൂടി ശ്രീജേഷിന് അർഹിച്ച ഒരു അംഗീകാരം നൽകിക്കൊണ്ട് വിടവാങ്ങൽ നൽകണമെന്ന ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ആവേശത്തോടു കൂടി തന്നെയാണ് മത്സരിച്ചത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഹർപ്രീത് സിംഗിന്റെ പ്രകടനം തന്നെയാണ്. രതീഷ, പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി ഇന്ത്യൻ ഹോക്കി ടീം ആഘോഷത്തിന്റെ നിറവിലാണ്. ഇന്ന് വെങ്കല മെഡൽ സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ സ്പെയിനെ നേരിട്ട ഇന്ത്യ 1-നെതിരെ 2 ഗോളുകളുടെ വിജയം സ്വന്തമാക്കുമ്പോൾ രാജ്യത്തിനാകെ അഭിമാനം. പാരീസിൽ വലിയ മെഡൽ നേട്ടം. PR ശ്രീജേഷ് എന്ന മലയാളത്തിൻ്റെ കൂടി അഭിമാനം. വിരമിക്കൽ മത്സരം, അത് മെഡലോടുകൂടിയുള്ള മടക്കം, അതിൻ്റെ സന്തോഷം വീട്ടുകാർ പങ്കുവയ്ക്കുന്നു. തുടക്കത്തിൽ ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷം തിരിച്ചടിച്ച് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ് പാരീസിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 4 മെഡലുകൾ, ഇന്ത്യക്ക് വെങ്കലം മെഡൽ കൂടി സ്വന്തമാകുന്നതോടുകൂടി 4 മെഡലുകൾ എന്ന നേട്ടത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കുതിച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യ ക്വാർട്ടറിൽ 18-ാം മിനിറ്റിൽ മാർക്ക് മിറാലസിലൂടെ സ്പെയിൻ ആദ്യ ഗോൾ നേടി. ഒരു പെനാൽറ്റി സ്ട്രോക്കിലൂടെയായിരുന്നു ആ ഗോൾ. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിന്റെ മികവിൽ ഇന്ത്യ വീണ്ടും കളിയിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഇപ്പോൾ PR ശ്രീജേഷിന്റെ വീട്ടിൽ മധുരം വിളമ്പി വിജയം ആഘോഷിക്കുന്നത് നമുക്ക് കാണാം. ഷിനോജ് ജസ്റ്റി തുടരുന്നുണ്ട്. ഷിനോജ്, കേൾക്കാമെങ്കിൽ? അവിടെ വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാൾ, രാജ്യം വലിയ പത്മ ബഹുമതി അടക്കം നൽകി ആദരിച്ച ഒരു കായിക താരം വലിയ ആഘോഷമാക്കുകയാണ് ഈ വിരമിക്കൽ മത്സരം. ഇന്ത്യക്കും നമുക്കുമെല്ലാം അഭിമാനം. തീർച്ചയായും രതീഷ്, കാരണം കേരളം കണ്ടതെന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകം കണ്ടതിൽ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിട്ടാണ് ശ്രീജേഷ് ഇപ്പോൾ കളി അവസാനിപ്പിക്കുന്നത്. ആ അവസാനത്തിന് ഒരു വെങ്കല മെഡലോട് കൂടി തന്നെ ഒളിമ്പിക്സിൽ നമ്മൾ സ്വർണ്ണമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ കൂടി ഒരു വെങ്കല മെഡലോട് കൂടി മത്സരം അവസാനിപ്പിക്കാൻ ശ്രീജേഷിനെ കൊണ്ട് കഴിഞ്ഞു. അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യൻ ടീം ഒന്നടങ്കം ഇന്ന് കളിച്ചതെന്ന് പറയാൻ വരും. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു കളിക്കാരന് ഒരു വീരോചിതമായി യാത്രയപ്പ് കൊടുക്കണം. അതിനുവേണ്ടി തന്നെ ഒരു നാട്, ഒരു രാജ്യം മുഴുവന് വേണ്ടി ശ്രീജേഷിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു കായിക മേഖലയിലേക്ക് ഇത്തരത്തിൽ ഉയർന്നു വന്നൊരു ആളാണ് ശ്രീജേഷ്. കിഴക്കമ്പലം എന്ന് പറയുന്നത് എറണാകുളത്ത് തന്നെ ഏറ്റവും ഒരു സാധാരണക്കാർ ആളുകൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ നിന്ന് ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ഇത്തരത്തിൽ ഒരു ഹോക്കിയോടുള്ള താല്പര്യം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഹോക്കിയൊക്കെ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ കുറവാണ്. അത്തരത്തിൽ ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബോർഡ് എക്സാമിന് കിട്ടുന്ന ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി കളിച്ചു തുടങ്ങിയതാണ് ശ്രീജേഷ്. ആ ശ്രീജേഷാണ് അതാ ഇപ്പോൾ ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരനായി ഇതാ ഇപ്പോൾ വിടവാങ്ങാൻ ഒരുങ്ങുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രീജേഷിന് ആ തീരുമാനം മാറ്റട്ടെ എന്ന് തന്നെയാണ്. കാരണം ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കണ്ട 2 സേവുകൾ, ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നമ്മൾ കണ്ട സേവുകൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സേവുകളൊക്കെ കാണുമ്പോൾ ശ്രീജേഷ് എന്തിന് വിരമിച്ചു എന്നൊരു ചോദ്യം മാത്രമായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇന്ന് ഈ ലൂസേഴ്സ് ഫൈനലിൽ അവസാന മിനിറ്റിൽ ശ്രീജേഷ് നടത്തിയ ഒരു സേവ് ഉണ്ട്. ആ സേവൊക്കെ കാണുമ്പോൾ ശ്രീജേഷ് എന്തുകൊണ്ട് വിരമിച്ചു എന്നൊരു ചോദ്യം മാത്രമായിരിക്കും ബാക്കി. ഒരുപക്ഷെ ശ്രീജേഷ് ആ തീരുമാനം മാറ്റട്ടെ എന്ന് മാത്രമായിരിക്കും കിഴക്കമ്പലത്തെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. എന്തായാലും ശ്രീജേഷിൻ്റെ അമ്മ, അച്ഛൻ ഒക്കെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. അവരെല്ലാം തന്നെ ഈ ഒരു മെഡൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ സെമി ഫൈനൽ മത്സരത്തിലൊക്കെ ഒരു
പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പരാജയം നേരിട്ട സമയത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു നിരാശയൊക്കെ അവരുടെ മുഖത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വെങ്കല മെഡലോട് കൂടി അവരുടെ മകൻ്റെ അവസാന മത്സരം അതൊരു വലിയ രീതിയിലുള്ള വിജയമാക്കാൻ